ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും VKC പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് വിശദമായി. നടൻ ദിലീപ് അടക്കമുള്ളവർ പ്രതികളായ വധശ്രമ ഗൂഢാലോചന കേസിലെ പ്രധാന തെളിവായ 6 ഫോണുകൾ ഹൈക്കോടതിയിൽ എത്തിച്ചു. ജൂനിയർ അഭിഭാഷകൻ മുഖേനയാണ് ഫോണുകൾ എത്തിച്ചത്. 10:15 മുൻപ് ഇവ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറും. 4-ാം സീരിയൽ നമ്പറുള്ള ഫോൺ നൽകില്ല. കേസിൽ ഫോൺ പരിശോധിക്കാനുള്ള ഏജൻസിയെ ഹൈക്കോടതി ഇന്ന് തീരുമാനിച്ചേക്കും. ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും ഫോണുകൾ കൈമാറണമെന്ന പ്രോസിക്യൂഷന്റെ ഉപഹർജിയിലും ഹൈക്കോടതി ഇന്ന് തുടർവാദം കേൾക്കും. അതേസമയം ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസിൽ അന്വേഷണ സംഘത്തിനും ഇന്ന് നിർണായക ദിനമാണ്. ഫോണുകൾ ഏത് ഏജൻസിയെ കോടതി ഏൽപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം നോക്കുന്നത്. ഒപ്പം 4-ാം നമ്പർ ഫോണിന് വേണ്ടിയും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദമുയർത്തും. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും ഒപ്പം ശ്യാമാർ ബാബുവും ചേരുന്നു. ആദ്യം എസ് ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഈ ഫോണുകൾ ഇതിനോടകം ഹൈക്കോടതിയിൽ എത്തിച്ചതായി അറിയാൻ കഴിയുന്നുണ്ട്. 10:15 മുൻപ് ഇവ കൈമാറേണ്ടതാണല്ലോ. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? അല്പസമയം മുമ്പാണ് ഈ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ജൂനിയർ അഭിഭാഷകൻ മുഖേന 6 ഫോണുകൾ ഹൈക്കോടതിയിൽ എത്തിച്ചത്. ഇതിൽ ദിലീപിൻ്റെതടക്കമുള്ള ഫോണുകൾ ഉണ്ട്. ഇന്നലെ മുംബൈയിൽ നിന്ന് എത്തിച്ച 2 ഫോണുകളും ഒപ്പം അഭിഭാഷകന്റെ കൈവശമുണ്ടായിരുന്ന 4 ഫോണുകളും ചേർത്താണ് 6 ഫോണുകൾ ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. 10:15 മുമ്പായി ഇത് രജിസ്ട്രാർ ജനറലിന് കൈമാറും. നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടത് ഇന്ന് 10:15 മുമ്പ് ഈ ഫോണുകൾ രജിസ്ട്രാർ ജനറലിന് കൈമാറണമെന്നുള്ളതാണ്. കോടതി വിധി ഇന്ന് കംപ്ലൈ ചെയ്യണം. കോർട്ടോട് കംപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം കൂടിയാണ് ഇന്ന്. 10:15 മുമ്പ് അത് സമർപ്പിക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏതാണ്ട് 10 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ ഫോണുകൾ കോടതി മുമ്പാകെ എത്തിക്കാൻ. ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുൻപിലേക്ക് ഈ ഹർജികളെല്ലാം തന്നെ എത്തുന്നത്. 1:45 ഈ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 2 ഹർജികളാണ് പ്രധാനമായി. ഒന്ന് മുൻകൂർ ജാമ്യ ഹർജി, രണ്ടാമത്തേത് ഒരു ഉപഹർജിയുമാണ്. ഇതിൽ ഉപഹർജിക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത്. അതായത് ഈ 6 ഫോണുകൾ ഏത് ലാബിൽ പരിശോധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായേക്കും. പ്രതിഭാഗം പറയുന്നത് സ്വതന്ത്രമായ ഒരു ലാബിൽ അത് പരിശോധിക്കണം, അതിന്റെ റിപ്പോർട്ട് പോലീസിന് കൈമാറണം. കേരള പോലീസിന് കീഴിലുള്ള ലാബുകളെ വിശ്വാസമില്ല എന്നുള്ളതാണ്. അത് കോടതി അംഗീകരിക്കുമോ എന്നുള്ളത് ഇന്ന് കണ്ടറിയേണ്ടതുണ്ട്. രണ്ടാമതായി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഈ 4-ാം നമ്പർ ഫോൺ, സീരിയൽ നമ്പർ 4 എന്ന നമ്പറിലുള്ള ഫോൺ, അത് തങ്ങൾക്ക് കിട്ടണം. അത് ദിലീപിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഡീറ്റെയിൽ ഇന്ന് കോടതി മുമ്പാകെ പ്രോസിക്യൂഷനും നൽകും. ശേഷമായിരിക്കും അവർ ഈ ഫോണുകൾ തങ്ങൾക്ക് പരിശോധിക്കാൻ വിട്ടുകിട്ടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുക. ഒപ്പം ഈ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളണം എന്നുള്ള ആവശ്യവും അവർ സ്വാഭാവികമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ പ്രതികളെ ചോദ്യം ചെയ്യുക എന്നുള്ളതിലേക്കാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പോകുന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അത് ഇന്ന് കോടതി സജീവമായി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഈ ഫോണുകളിൽ തട്ടി നിൽക്കുകയാണ് ഈ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ. അതിനാൽ തന്നെ കോടതി 1:45 ഈ കേസ് പരിഗണിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ ഈ ഫോണുകളുടെ ഹർജി മാത്രമേ എടുക്കുകയുള്ളൂ, അതോ മറ്റ് ഹർജികൾ കൂടി, മുൻകൂർ ജാമ്യ ഹർജി ഉൾപ്പെടെയുള്ളവ ഇന്ന് പരിഗണനയ്ക്ക് എടുക്കുമോ എന്നുള്ളത്. ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉപഹർജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ പ്രോസിക്യൂഷന്റെ ആവശ്യമുണ്ട്, ഈ ഫോണുകൾ തങ്ങൾക്ക് കൈമാറണമെന്ന ആവശ്യം. ഈ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ കേസിൽ വാദം കേട്ടപ്പോൾ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് ഇതവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ അന്വേഷണ ഏജൻസിക്ക്, സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ കഴിയുകയില്ല എന്നാണ്. പക്ഷേ ഇത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം, കാരണം ഈ മുഖ്യ തെളിവ്, ഈ ഗൂഢാലോചന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അതോടൊപ്പം തന്നെ നടിയാക്രമണവുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ അടക്കം കൂറുമാറിയതിൽ ഈ ഫോണിൽ ചില നിർണായകമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. അതുമായി ബന്ധപ്പെട്ട അത്തരം വാദങ്ങളെല്ലാം സ്വാഭാവികമായും ഉയർന്നു വരുമല്ലോ. തീർച്ചയായും ടോമ, ഇന്ന് ഈ ഫോണുകൾ എന്തായാലും പോലീസിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിക്ക് കൈമാറാനുള്ള സാധ്യത തീർത്തും കുറവാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതിഭാഗം സെൽഫ് ഇൻക്രിമിനേഷൻ എന്നുള്ള കാര്യമാണ് ഉയർത്തിക്കാണിക്കുന്നത്. ആ സ്വകാര്യത മാനിക്കണം, അങ്ങനെ കൃത്യമായി സുപ്രീം കോടതിയിൽ നിന്നടക്കമുള്ള ഡയറക്ഷൻസ് ഉണ്ട്. ഈ സ്വകാര്യത മാനിക്കണം എന്നുള്ളത് പ്രതിയല്ല ഈ അന്വേഷണ സംഘത്തിന് തെളിവുകൾ കൊണ്ടുപോയി, തനിക്കെതിരായ തെളിവുകൾ കൊണ്ടുപോയി കൊടുക്കേണ്ട ബാധ്യത പ്രതിക്കല്ല, നേരെ മറിച്ച് പ്രോസിക്യൂഷനാണ് തെളിവുകൾ കണ്ടെത്തേണ്ട ബാധ്യത എന്നുള്ളതാണ്. ശ്രീകാന്തിലേക്ക് തിരികെ എത്താം. ശ്രീകാന്ത്, ഇപ്പോൾ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ
ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 6 ഫോണുകളും പ്രതിഭാഗം ഹൈക്കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് കോടതിക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെയും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച്, അതായത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം ഇത് ആർക്ക് കൈമാറുമെന്നതാണ്. കാരണം പ്രോസിക്യൂഷൻ ഈ വിഷയം ഉന്നയിച്ചു, ഇത് അടിസ്ഥാനത്തിലാണ് ഉപഹർജി നൽകിയിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇത് അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഒരു പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ജോലിയാണ്. അതാണ് ശരിയായിട്ടുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ട്രയൽ എന്ന് പറയും. അതായത് എനിക്കെതിരെയുള്ള തെളിവ് ഞാൻ തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. സെൽഫ് ഇൻക്രിമിനേഷനെതിരെ ഭരണഘടനയിൽ ഒരു വാഗ്ദാനമുണ്ട്, ആർട്ടിക്കിൾ 20 സബ് ക്ലോസ് 3. ഈ ഒരു കാര്യം സുപ്രീം കോടതി പല കേസുകളിൽ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. കത്തിക്കാളു ഒഗാഡ് എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞത്, അത് ബേസ് ചെയ്താണ് ഹൈക്കോടതി ഇപ്പം മൊബൈല് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോലും പറഞ്ഞിരിക്കുന്നത്. അതിൽ വോയിസ് സാമ്പിള് ശേഖരിക്കുന്ന കാര്യമാണ് സുപ്രീം കോടതി ആ കേസുകൾ അത് ഫോളോ ചെയ്ത് ശരി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വോയിസ് സാമ്പിൾ അല്ല, ഇതിൽ ഈ കോൺവെർസേഷൻ തന്നെ ചിലപ്പോൾ ആ കോൺവെർസേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് മാത്രം ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതൊരു സെൽഫ് ഇൻക്രിമിനേഷനായി മാറും. അപ്പൊ അങ്ങനെ സെൽഫ് ഇൻക്രിമിനേഷൻ ആണെങ്കിൽ പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് പ്രോസിക്യൂഷന്റെ കയ്യിലോട്ട് കൊടുക്കാൻ കോടതിക്ക് പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതി വരെ ഈ കേസ് വരാനും സുപ്രീം കോടതിയിൽ നിന്ന് ആധികാരികമായിട്ട് ഇതിന്റെ പുറത്തൊരു നിയമം വ്യാഖ്യാനിക്കപ്പെടാനുമുള്ള സാധ്യത ഉണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അതായത് ഇത് ഈ നിയമവ്യവഹാരത്തിൽ പുതിയൊരു സാധ്യത തുറക്കുകയാണോ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ ഹൈക്കോടതിയുടെ ഓർഡർ അനുസരിച്ചിരിക്കും. അത് പ്രോസിക്യൂഷന് കൊടുക്കാതിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്വകാര്യത ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പുട്ടസ്വാമി ജഡ്ജ്മെന്റിലാണ് പറഞ്ഞത്. അധികം വർഷങ്ങളായിട്ടില്ല. അപ്പൊ അതിനുശേഷം ഇതിന്റെ ഒരു വ്യാഖ്യാനം വരുമ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതി എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നത് ആശ്രയിച്ചിരിക്കും. കർണാടക ഹൈക്കോടതി ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കേസില് മൊബൈല് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല, പക്ഷെ പ്രോസിക്യൂഷൻ വേറെ ഏതെങ്കിലും രീതിയിൽ അത് കണ്ടെത്താൻ കഴിയും. അതുപോലെ പാസ്വേഡ് മൊബൈൽ തുറക്കാൻ അല്ലെങ്കിൽ ഇമെയിൽ തുറക്കാനും ഒക്കെയുള്ള പാസ്വേഡും ഒരു അക്യൂസ്ഡ് ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥനല്ല എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റും കേരള ഹൈക്കോടതി ഇന്ററിം ഓർഡറിൽ നോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് വീണ്ടും ഇതിന്റെ വ്യാഖ്യാനം എങ്ങനെ വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും. തീർച്ചയായും സുപ്രീം കോടതി ഇത് നിയമപരമായി വ്യാഖ്യാനിക്കുന്നത് നന്നായിരിക്കും. കാരണം ഓൾ ഓവർ ഇന്ത്യയിൽ വീണ്ടും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഒരാളുടെ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള മൊബൈൽ പിടിച്ചെടുക്കാൻ പറ്റുമോ? ഈ കേസല്ല വേറെ ഏതെങ്കിലും തീവ്രവാദ സംബന്ധമായിട്ടൊക്കെയുള്ള കേസുകൾ വരികയാണെങ്കിൽ അത് തുറക്കാൻ ബാധ്യസ്ഥനാണോ പ്രതി? ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാം. പിന്നെ കാരണം കോടതി വ്യാഖ്യാനിക്കുന്ന നിയമം വേറെ കേസുകളിലും ബാധകമാകുമല്ലോ. അപ്പോൾ സുപ്രീം കോടതി വരെ ഇത് എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, പക്ഷെ അങ്ങനെ വന്നാൽ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാണ്? കാരണം ഈ ഗൂഢാലോചന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഫോണുകൾ. മാത്രമല്ല ഈ നടിയാക്രമണ കേസിൽ സാക്ഷികൾ കൂറുമാറിയതിലും ഈ ഫോണിൽ ചില നിർണായകമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഈ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അങ്ങനെ വന്നാൽ ഈ ഹൈക്കോടതി ഈ ഫോണുകൾ കൈമാറാൻ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയില്ലെങ്കിൽ അത് അന്വേഷണത്തെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാവും അന്വേഷണത്തെ സംബന്ധിച്ച്? അതാണ് പറഞ്ഞത്. ഇപ്പം ഹൈക്കോടതി ഓർഡർ പ്രതിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഫോണുകൾ കൈമാറേണ്ടതില്ല എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അതല്ല നേരെ മറിച്ച് ഫോണുകൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്ക് സുപ്രീം കോടതി വരെ എത്താൻ കഴിയും. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു സിമിലർ സിറ്റുവേഷൻ സുപ്രീം കോടതിയിൽ നിന്ന് ആധികാരികമായിട്ടുള്ള ഒരു വിധി ഇതുവരെ വന്നിട്ടില്ല. എന്റെ ഒരു അഭിപ്രായത്തില് പ്രതിയുടെ അടുത്തു നിന്ന് തെളിവ് ശേഖരിച്ച് പ്രോസിക്യൂഷന് കൈ കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൽഫ് ഇൻക്രിമിനേഷന് എതിരായി മാറും എന്നൊരു വ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ മറ്റ് ഇത് സമാന സ്വഭാവത്തിൽ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അല്ല, പക്ഷേ ഈ ഫോണൊക്കെ നിർണായക തെളിവായി മാറുന്ന ഘട്ടങ്ങളിലൊക്കെ അത്തരം കേസുകളിലൊക്കെ ഇത്തരമൊരു നിയമപ്രശ്നം ഉടലെടുത്തിട്ടില്ലോ. ഇത് എന്തുകൊണ്ടാണ് വിഭിന്നമായി മാറുന്നത്? ഫോണുകൾ ഈ ഫോൺ നിങ്ങളുടെ ആണോ എന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ ആണോ? വോയിസ് സാമ്പിൾ പരിശോധിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വോയിസ് സാമ്പിൾ പരിശോധിക്കാം. സുധീർ ചൗധരിയുടെ കേസിൽ സി ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫ് ആണല്ലോ, അദ്ദേഹത്തിന്റെ കേസിൽ വോയിസ് സാമ്പിൾ പരിശോധിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോയിസ് സാമ്പിൾ മാത്രമല്ല, കോൺവെർസേഷൻ തന്നെ ചിലപ്പോൾ പ്രതിയെ കൊടുക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണെങ്കിൽ അത് സെൽഫ് ഇൻക്രിമിനേഷൻ എന്നുള്ള വ്യാഖ്യാനത്തിൽ വരും. അപ്പൊ സെൽഫ് ഇൻക്രിമിനേഷൻ ആണെങ്കിൽ
ഈ ഭരണഘടനാ പരിരക്ഷയുണ്ട്. ഒരു പ്രതി സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കോടതി വന്ന് തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ക്രിമിനൽ നിയമ നടപടി സംഹിതയിലും അത് തന്നെ പറയുന്നുണ്ട്. സെൽഫ് ഇൻക്രിമിനേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോലീസിന്റെ അടുത്ത് കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പൊ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ ഫോൺ പിടിച്ച പ്രോസിക്യൂഷന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വയലേറ്റ് ചെയ്യുന്നത് പോലെയാവും. അപ്പോൾ പ്രതി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും നന്ദി. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നിയമവിദഗ്ധൻ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു ടെലിഫോൺ ലൈനിൽ. ഇപ്പോൾ നിർമ്മാതാവ് സജി നന്ദ്യാട്ടും ചേരുന്നുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, ഇന്ന് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 6 ഫോണുകളും ദിലീപ് ഉപയോഗിച്ചിരുന്ന 6 ഫോണുകളും ഹൈക്കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുൻപാകെ ഹാജരാക്കും, സമർപ്പിക്കും. ഈ കേസിന്റെ ഒരു പോക്ക് എങ്ങോട്ടെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം ഇത് ദിലീപിനെ സംബന്ധിച്ച് ഇത്തരമൊരു വിധി, ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി ഒരു തിരിച്ചടി തന്നെയായിരുന്നു. പക്ഷേ ഇന്നാണ് ഹൈക്കോടതി തീരുമാനിക്കുക അത് ആർക്ക് കൊടുക്കണമെന്ന്. അതായത് അന്വേഷണ സംഘത്തിന് കൊടുക്കുമോ, അതല്ലെങ്കിൽ ദിലീപിന്റെ ആവശ്യപ്രകാരം മറ്റേതെങ്കിലും ഏജൻസിക്ക് ഫോണുകൾ പരിശോധിക്കാനായി കൊടുക്കുമോ എന്ന കാര്യത്തിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ദിലീപ് ഉദ്ദേശം അത് തന്നെയാണല്ലോ. ദിലീപ് ഇപ്പൊ ഫോണിലൊന്നും മറക്കാനില്ലല്ലോ. മറക്കാനുണ്ടായിരുന്നെങ്കിൽ ആ ഫോൺ അദ്ദേഹം നശിപ്പിച്ചേനെ. ഇപ്പൊ മനസ്സിലായില്ലേ, അദ്ദേഹം പാത്ത് വെച്ചിരിക്കുകയാണ്, കരിയിലെ കൊണ്ട് കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയുള്ള എതിർപക്ഷത്തിന്റെ ആക്ഷേപം ശരിയല്ലെന്ന് മനസ്സിലായില്ലേ. അദ്ദേഹം പറഞ്ഞു സത്യമാണെന്നും ബോംബെയിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യതകളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ബാലേന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നമ്മുടെ കോടതി എന്ന് പറയുന്നത് തെളിവ് കോടതിയാ. ആ തെളിവ് കോടതിയിൽ വാമൊഴി കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസെന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് കുറെ ശബ്ദങ്ങളും അദ്ദേഹത്തിന്റെ കുറെ ചാറ്റിങ്ങുവാ. ഈ ശബ്ദങ്ങളെയും ചാറ്റിങ്ങുകളെയും അതിനെ പ്രതിരോധിക്കണമെങ്കിൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ മൊബൈലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം റിട്രീവ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം സ്വന്തമായി ഒരു ഏജൻസി ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ ഏൽപ്പിച്ചു എന്നുള്ളത് ആരും സെൽഫായിട്ടുള്ള ഡിഫൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണ്. നാലാം നമ്പർ ഫോണിന്റെ കാര്യത്തിൽ എന്തിനാണ് ദിലീപ് ഇത്ര ഭയക്കുന്നത്? അല്ല, ഒന്നും ഭയമില്ല. അതാ പിന്നെ കൊടുക്കണ്ടല്ലോ. നിങ്ങളിങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തരത്തിലുള്ള പരിവേഷം അതിന് ചാർത്തി കൊടുത്താലും അങ്ങനെ എന്തെങ്കിലും, ഞാനത് സാമാന്യ ബുദ്ധിയിൽ ചോദിക്കുന്ന കാര്യമാണ്. ആ ഫോണിൽ ദിലീപിനെ കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ദിലീപിന്റെ കയ്യിരിക്കുന്നത് നശിപ്പിക്കപ്പെടും. അത് മാത്രമല്ല, ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഒരു ഭരണഘടന പറയുന്ന അനുശാസിക്കുന്ന ആ ഒരു റൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആർട്ടിക്കിൾ അനുസരിച്ച് നമുക്ക് കുറെ മൗലിക അവകാശമുണ്ട്. ആ മൗലിക അവകാശത്തിൽ ഏറ്റവും വലിയ മൗലിക അവകാശം റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഫാമിലി ലൈഫുമാണ്. അപ്പൊ അതനുസരിച്ച് സുപ്രീം കോടതിയെ ഇന്ന് സമീപിക്കാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് എങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങൾക്കല്ല, ഫോണിനകത്തൊന്നും ദിലീപിനെ കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ആ ഫോൺ കൊടുക്കില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ, അതായത് ശ്രീ സജി നന്ദ്യാട്ട്, ഈ ഫോണുകൾ കൈമാറുന്നതോടുകൂടി ദിലീപ് നിരപരാധിയായി മാറും, നിരപരാധിത്വം തെളിയിക്കപ്പെടും, അതാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത് അല്ലേ? അത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത് ഈ ലാബിലേക്ക് പരിശോധനയ്ക്കായി ഒരു പ്രതി ഇത്തരം ഫോണുകൾ, തന്റെ സ്വന്തം ഫോണുകൾ പരിശോധനയ്ക്കായി അയക്കുന്നത്? അത് അപൂർവമായിട്ടുള്ള സംഭവമാണ്. എന്തിനാണ് ദിലീപ് അത്തരം ഒരു നീക്കം നടത്തിയത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നത്? എനിക്ക് എത്ര ആലോചിക്കുന്നത് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ അതിന് മുമ്പേ ആൻസർ പറഞ്ഞല്ലോ. ഇദ്ദേഹം പോലീസ് ആവശ്യപ്പെടുന്നതിന് മുമ്പ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പ് സ്വന്തമായ നിലയിൽ അത് അയച്ചത്. അത് ആരെയും ബോധിപ്പിക്കാനല്ല, പുള്ളിക്ക് സ്വയം ബോധ്യപ്പെടാനാ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചാൽ മറക്കാനുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ. ഇല്ല, അങ്ങനെ സംസാരിച്ച പോലെ ബഹുമാനപ്പെട്ട ആങ്കർ, താങ്കളുടെ 2 മാസം മുമ്പ് നടന്ന ചാറ്റിംഗ് ഒന്ന് പറഞ്ഞു തരാമോ? താങ്കളുടെ മൊബൈലുണ്ടോ? 5 വർഷം വേണ്ട, 2 വർഷം മുമ്പ് കാണിച്ചു തരാമോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നമ്മളെല്ലാം വലിയ മിടുക്കന്മാരാ. അദ്ദേഹം സ്വന്തമായിട്ട് ഡിഫൈൻ, ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ പിന്നെ അദ്ദേഹം എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമോ? അദ്ദേഹത്തിന് കേസെടുത്തില്ലേ? ഈ കേസെടുക്കുമ്പോൾ തന്റെ നിരപരാധം തെളിയിക്കണമെങ്കിൽ അദ്ദേഹം തെളിയിക്കുന്ന ഏതിലൂടെയാണ്? ഈ മൊബൈലിലൂടെ തെളിയിക്കാൻ പറ്റൂ. അപ്പൊ അത് ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് പോലീസിൽ വിശ്വാസം എന്ന് അദ്ദേഹം പറഞ്ഞല്ലേ? കോടതി അതുകൊണ്ടല്ലേ രജിസ്ട്രാറെ കൊടുക്കാൻ പറഞ്ഞത്. രജിസ്ട്രാറെ കൊടുത്താൽ ഇനി എന്റെ കസ്റ്റോഡിയൻ ആരാണ്? കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗവൺമെന്റ്, നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കസ്റ്റോഡിയനായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ തന്നെ അദ്ദേഹം തരത്തിലുള്ള പരിശോധനയ്ക്ക് അയച്ചു കഴിയുമ്പോൾ കറക്റ്റായ റിപ്പോർട്ട് വരും. മനസ്സിലായോ? അദ്ദേഹം പറയുന്നത് പോലീസ് തനിക്കെതിരായി നിൽക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദിലീപിനെതിരായ വിധിയാന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഒരു ഗുമ്മിന് വേണ്ടി അങ്ങനെ വ്യാഖ്യാനിച്ചോളൂ, അതിനൊരു വിരോധമില്ല. പക്ഷെ കാലം വരും, ദിവസങ്ങളും മണിക്കൂറുകളും ഇതിനെല്ലാം ഉത്തരം തരാൻ പോവുകയാണ്.
ശരി, ആ ഉത്തരം കിട്ടട്ടെ. വൈകാതെ തന്നെ ശ്രീ സജി നന്ദ്യാട്ട് നിർമ്മാതാവ് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ശ്യാമാർ ബാബുവും എസ് ശ്രീകാന്തും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാമാർ ബാബുവിലേക്കാണ്. ശ്യാം, ഈ കോടതി വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമോ ഇനി ക്രൈംബ്രാഞ്ചിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ശ്യാം, ഉന്മേഷിട്ടവും നമുക്ക് മനസ്സിലാകുന്ന പ്രകാരം കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായി തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് നീങ്ങുക. അന്വേഷണ സംഘം ഈ കോടതിയിലെ ഇന്നത്തെ നടപടികളെ നോക്കിക്കാണുകയാണ്. ഏത് ഏജൻസിയുടെ പക്കലേക്ക് ഈ ഫോണുകൾ പോകും എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ, അതായത് ക്രൈംബ്രാഞ്ചിന്റെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഏജൻസിയിലേക്ക് വരുമോ എന്നൊരു സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. കാരണം അത്തരത്തിലൊരു അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് പ്രധാനമായും പ്രതിഭാഗം ശ്രമിച്ചത്. കേരളത്തിലെ ഏജൻസിയായി വരികയാണെങ്കിൽ FSLലേക്ക് ഈ ഫോണുകൾ പോകും. FSLലേക്ക് പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫലം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യും. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ പക്കലേക്ക് പോവുകയാണെങ്കിൽ അത് എത്ര വൈകി ഇത് ലഭിക്കും എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഏറ്റവും പ്രധാനം ഈ ഫോണുകൾ ലഭിച്ച് അതിന്റെ പരിശോധന പൂർത്തിയാക്കി അതിന്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഈ ഒരു കേസിൽ മറ്റൊരു നടപടിയിലേക്ക് കടക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കുകയുള്ളൂ. അത്രത്തോളം പ്രധാനമാണ് ഈ ഫോണുകൾ. ഈ ഫോണുകളിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് ഈ കേസിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്, അത് നോക്കിക്കാണിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഇന്നത്തെ നടപടികൾ എത്തരത്തിൽ പോകും എന്നത് നോക്കിക്കാണുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് വിധേനയും ഇദ്ദേഹത്തിന്റെ ജാമ്യം, ദിലീപ് അടക്കമുള്ളവരുടെ ജാമ്യം റദ്ദാക്കി കിട്ടുക എന്നൊരു നടപടി കൂടിയുണ്ട്. കാരണം ഫോണിന്റെ പരിശോധനാ ഫലം ലഭിക്കുകയും അതിൽ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുക ക്രൈംബ്രാഞ്ചിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കി കിട്ടുക, അത് ഈ ഒരു ആന്റിസിപ്പേറ്ററി തള്ളിക്കുക എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് പ്രോസിക്യൂഷൻ ഇന്ന് ശക്തമായി കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യും. ശ്രീകാന്തിലേക്ക് വീണ്ടും. ശ്രീകാന്ത്, 10:15 ഈ ഫോണുകൾ 6 ഫോണുകളും ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുൻപാകെ സമർപ്പിക്കണമെന്നാണ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. ഈ ഫോണുകൾ സമർപ്പിച്ചോ? അതിന് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ എന്താകും? ഇപ്പോൾ 10:21 ടോമ. ഇതിനോടകം തന്നെ രജിസ്ട്രാർ ജനറലിന് മുൻപാകെ ഈ ഫോണുകൾ സമർപ്പിച്ചിട്ടുണ്ടാകണം. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുകയും ചെയ്യും, നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുമാകും. ഇതിൽ ഒരു കാര്യം പ്രധാനമായും എടുത്തു പറയേണ്ടതുണ്ട് ടോമ. ഇപ്പോൾ പൊതുസമൂഹം ആഗ്രഹിച്ചാലും ഈ ഫോണുകൾ ഒരു പക്ഷേ അടിയന്തരമായി പോലീസിന് കൈമാറണം, ദിലീപിനെതിരായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, ദിലീപിന് കുരുക്ക് മുറുക്കണമെന്നൊക്കെ പൊതുസമൂഹം ആഗ്രഹിച്ചാലും ഇത് നടക്കാത്തതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട നിയമപ്രശ്നമുണ്ട്. അതായത് സെൽഫ് ഇൻക്രിമിനേഷൻ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി തന്നെ പോലീസിന് കൊണ്ടുപോയി തെളിവ് നൽകിയതിന് ശേഷം എനിക്കെതിരെ തെളിവുണ്ടാക്കിക്കോളൂ, എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല പ്രതിക്ക്. അങ്ങനെ ഒരു നിയമവും നയവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു പോയിന്റിൽ, ആ റൈറ്റ് ടു പ്രൈവസി എന്നുള്ള പോയിന്റിൽ പിടിച്ചാണ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള, സീനിയർ അഭിഭാഷകനാണ്, അദ്ദേഹം വാദം നടത്തുന്നത്. കോടതിയും വലിയ തോതിൽ ചിന്താക്കുഴപ്പത്തിലാകുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതായത് പോലീസിന് ഈ ഫോണുകൾ പ്രതി തന്നെ കൈമാറണോ എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ ഉള്ള പ്രതിയല്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയല്ല, ഈ പ്രൊട്ടക്ഷനിൽ, അറസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന പ്രതിയാണ്. അങ്ങനെ ഒരു പ്രതി ഈ ഫോണുകൾ കൊണ്ടുപോയി പോലീസിന് നൽകി എനിക്കെതിരായ തെളിവുകൾ എടുത്തോളൂ, എനിക്കെതിരെ അന്വേഷണം നടത്തിക്കോളൂ എന്ന് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് പാടില്ല എന്നുള്ളതാണ് പ്രതിഭാഗം വാദിക്കുന്നത്. റൈറ്റ് ടു പ്രൈവസിക്കെതിരാണ് അതെന്നുള്ളതും പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. കോടതിയും ആ വിഷയത്തിൽ ചിന്താക്കുഴപ്പത്തിലാണ്. ഇന്ന് ആ കേസാണ് പരിഗണിക്കുന്നത്. ഇതുവരെയുള്ള കോടതിയിലെ വാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും കേരള പോലീസിന്റെ ഫോറൻസിക് ലബോറട്ടറിക്ക് ഈ ഫോണുകൾ കൈമാറില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഈ റൈറ്റ് ടു പ്രൈവസി എന്നുള്ള വിഷയം കടന്നു വരുന്നത്. നിയമപരമായി പൊതുസമൂഹം എന്താഗ്രഹിച്ചാലും നിയമത്തിന്റെ ചട്ടക്കൂടിന് പുറത്തേക്ക് കോടതികൾക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് ടോമ. അത് തന്നെയാണ് കേരള ഹൈക്കോടതിയും ഈ കേസ് ഇത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ കാരണം. ഇന്ന് കോടതി ഫോൺ കൈമാറാനുള്ള സാധ്യത ഏതാണ്ട് ഒരു 75% കുറവാണ്. ഇനി അഥവാ കോടതി അത് കൈമാറിയാൽ ദിലീപ് സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ഫോൺ കൈമാറിയില്ലെങ്കിൽ പ്രോസിക്യൂഷനും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ നിയമപ്രശ്നം നീണ്ടുപോകും, ഈ ഗൂഢാലോചന കേസ് വഴിമുട്ടി നിൽക്കുകയും ചെയ്യും. ശരി, എന്താണെന്ന് ഹൈക്കോടതി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് സുപ്രധാനമാണ്. പ്രോസിക്യൂഷനും ദിലീപിനും ഒരുപോലെ തന്നെ. എസ് ശ്രീകാന്തുമാർ, ശ്യാമാർ ബാബുവും വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. കേന്ദ്ര ബജറ്റ് നാളെ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. രാജ്യം കോവിഡ് 3ാം തരംഗത്തിലൂടെ കടന്നുപോകുന്നതിനിടെ സാമ്പത്തിക മേഖല ഉറ്റുനോക്കുന്ന കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ ഇന്ന് പാർലമെന്റിന് മുൻപാകെ വയ്ക്കും.
കടമെടുപ്പ് പരിധി ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങളിൽ ബജറ്റിൽ അനുകൂല നിലപാടുണ്ടായാൽ കേരളം അടക്കം സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകും. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ആർ കെ, പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. നാളെയാണ് കേന്ദ്ര ബജറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം? മാത്രമല്ല, ഈ പെഗാസിസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ പുതിയ വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സാഹചര്യമുണ്ടല്ലോ. അത്തരം മാത്രമല്ല, ഇന്നത്തെ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ടോം, 11 മണിക്കാണ് പാർലമെന്റ് സമ്മേളനം പുനരാരംഭിക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് സഭകളുടെയും സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ്. സർക്കാരിന്റെ നയപ്രഖ്യാപനമാകും രാഷ്ട്രപതി നിർവഹിക്കുക. അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷം ഏതാണ്ട് അരമണിക്കൂർ കഴിയുന്ന മുറയ്ക്ക് സാമ്പത്തിക സർവേ സർക്കാർ സഭയിൽ വയ്ക്കും. സാമ്പത്തിക സർവേ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ ലക്ഷ്യം എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരിക്കും ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. നമുക്ക് ഈ സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിർദ്ദേശങ്ങളായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്നതാണ് അറിയാനായി സാധിക്കുന്നത്. ഇതടക്കമുള്ള നിർദ്ദേശങ്ങൾ വഴി സർക്കാർ ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിടുന്നത് കോവിഡ് വന്ന സാഹചര്യം, അതിനെ തരണം ചെയ്യാൻ വേണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, അതിനെ ഊർജിതമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി. സ്വകാര്യ ഉപഭോഗം കുറഞ്ഞ നിരക്കിലാണ് എന്ന വിലയിരുത്തൽ സാമ്പത്തിക സർവേ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2019 കോവിഡ് വരുന്നതിന് മുൻപുള്ള കാലത്തെ പോലെയായി ഈ ഉപഭോഗ നിരക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തേജക നടപടികൾ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ബഡ്ജറ്റ് അവതരണം നാളെ ഉണ്ടാകും എങ്കിലും ടോം സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രധാനമാവുക സഭയുടെ നടത്തിപ്പ് ഏത് വിധത്തിലായിരിക്കും എന്നതാണ്. പെഗസസ് അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ശക്തമായിട്ട് ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഭ ശബ്ദായമാനമാകാൻ സാധ്യതകൾ ഏറെയാണ്. പ്രതിപക്ഷം ഇന്ന് രാവിലെ യോഗം ചേർന്ന് ശക്തമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് നടക്കും. ആ യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അവർ ഉന്നയിക്കുകയും ചെയ്യും. ഇന്ന് മറ്റു പരിപാടികളിലേക്ക് സഭ കടക്കില്ല. ആദ്യം രാഷ്ട്രപതിയുടെ സംയുക്ത സഭയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. അതിനുശേഷം സാമ്പത്തിക സർവേ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കും. ഇതായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ. രാധാകൃഷ്ണൻ, ഈ ബജറ്റ് കോവിഡിന്റെ കെടുതികളിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തി നേടിയിട്ടില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ, പ്രഖ്യാപനങ്ങളെ ഏത് നിലയ്ക്കാണ് കാണേണ്ടത് രാധാകൃഷ്ണൻ? ഉന്മേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉന്മേഷ് ഇപ്പോൾ ചോദിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ഇന്ന് ഒരു പ്രതിസന്ധി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിൽ അവസരങ്ങളുടെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അതിലുള്ള കണ്ടെത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. അത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം പോലും ശരാശരി 50 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 200 തൊഴിൽ ദിനങ്ങൾ നിയമം മൂലം ഉറപ്പ് നൽകിയെടുത്താണ് ഈ 50 തൊഴിൽ ദിനങ്ങളായി കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ രാജ്യത്തെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും തൊഴിൽ ലഭ്യതയുടെ കുറവും എത്രത്തോളമാണ് എന്ന് ഊഹിക്കാം. അതുകൊണ്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തൊഴിൽ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി ഈ സാമ്പത്തിക സർവേയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് ഉണ്ടാകാത്തത് സർക്കാരിന് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ വികസന പദ്ധതികളെയൊക്കെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചില സൂചനകൾ നൽകുന്നതാണ്. അത് പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ മേഖലയിൽ പെട്രോൾ, ഡീസൽ ഒപ്പം പാചകവാതക വില വർധനവ് വീണ്ടും യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ നിരക്ക് 7.91% മാറുന്നു എന്നുള്ള കണ്ടെത്തൽ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചന. ടൂറിസം, റീറ്റെയിൽ, വിവിധ സേവന മേഖലകൾ തുടങ്ങിയവയിൽ വലിയ തൊഴിലവസരങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായി ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറയുന്നു എന്നതും ലഭ്യമാകുന്ന സൂചനയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അടിയന്തര നടപടി വേണം എന്ന നിർദ്ദേശം സാമ്പത്തിക സർവേ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്ഷ്യവളം സബ്സിഡിക്കായി കൂടുതൽ തുക വകയിരുത്തേണ്ടത് അനിവാര്യമായ സാഹചര്യമാണ്. ഈ കാർഷിക ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് അത് ഉണ്ടാകും എന്ന സൂചന അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ കരുതാവുന്നതാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച നികുതിയുടെ ഒഴിവ്
ഒഴിവ് അത് നീട്ടണം എന്ന നിർദ്ദേശവും അത് ഗുണകരമായി എന്ന വിലയിരുത്തലാണ് സാമ്പത്തിക സർവേ നടത്തുന്നത്. അത് ബഡ്ജറ്റിൽ കൂടുതൽ നാളുകളിലേക്ക് ഇത് നീട്ടാനായിട്ടുള്ള കാരണമാകും. സാധാരണക്കാരെ സംബന്ധിച്ച് ഇൻകം ടാക്സിന്റെ പരിധി വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വ്യക്തമാണ്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുക. നാളെയാണ് കേന്ദ്ര ബജറ്റ്. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉതകുന്ന ബജറ്റാണ് കേരളം പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന്റെ ഭാവി പദ്ധതിയായ കേരളിനുള്ള സാമ്പത്തിക സഹായം വകയിരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും എയിംസും ഈ ബജറ്റിൽ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 24 പറഞ്ഞു. ഈ കോവിഡിൻ്റെ മൂന്നാം തരംഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടി അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ സഹായിക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ പ്രത്യേക പദ്ധതികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യരംഗത്തെ ചെലവുകൾ. ഓഫീസുകളെല്ലാം വളരെ സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ആളുകൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് തുടങ്ങിയ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൂടുതൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പണം മാറ്റിവെക്കണം. GSTയുടെ കോമ്പൻസേഷൻ കാലാവധി നീട്ടണം. കേരയിൽ പോലെയുള്ള വലിയ മൂലധന നിക്ഷേപമുള്ള പദ്ധതികൾ വേണം, അതിനായിട്ട് പണം നീക്കിവെക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജസ്റ്റിസ് സിറീഖ് ജോസഫിനെതിരെ വീണ്ടും മുൻ മന്ത്രി KT ജലീൽ. തനിക്കെതിരായ കേസിൽ സിറീഖ് ജോസഫിനുണ്ടായിരുന്നത് അസാധാരണ വേഗതയെന്ന് KT ജലീൽ. 3 വർഷം സുപ്രീം കോടതിയിൽ ഇരുന്നിട്ടും 6 കേസിലാണ് മഹാൻ വിധി പറഞ്ഞതെന്നും അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും വിമർശനം. തനിക്കെതിരായ കേസ് 12 ദിവസം കൊണ്ട് വിധി പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് KT ജലീലിന്റെ പ്രതികരണം. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ ചേരുന്നു. തനേഷ്, ഈ KT ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇന്നലെ ഇറങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റിന് CPIM നേതൃത്വത്തിന്റെ അടക്കം പിന്തുണയില്ല എന്നുള്ള വാർത്തകൾ വരുമ്പോഴും ഇപ്പോൾ KT ജലീൽ വിമർശനങ്ങൾ തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ തനേഷ്? സിറിയക് ജോസഫിനെതിരായിട്ടുള്ള ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും നിർത്തുന്നില്ല. പേര് പറയാതെയാണ് എങ്കിൽ പോലും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഇന്ന് വീണ്ടും സിറിയക് ജോസഫിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന തലക്കെട്ടിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തനിക്കെതിരെയുള്ള കേസ് തീർപ്പാക്കുന്നതിൽ സിറിയക് ജോസഫ് അസാധാരണമായ തിടുക്കം കാട്ടി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടാം പിണറായി സർക്കാർ വരുന്നതിനെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ LDF സർക്കാർ വരുന്നതിനെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. ഇതാണ് UDF ഒരു ബോംബുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നും KT ജലീൽ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് 2021 മാർച്ച് 25-നാണ് പ്രാഥമിക അന്വേഷണം നടത്തി ഫയലിൽ സ്വീകരിച്ച ഒരു കേസ് തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ 6-ന് ബോംബായി പൊട്ടിക്കാനായിരുന്നു നീക്കം നടന്നിരുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിന് രണ്ടാം വരവ് തടയുകയായിരുന്നു UDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. സുപ്രീം കോടതിയിൽ 3.5 കൊല്ലത്തിനിടയ്ക്ക് കേവലം 6 വിധികൾ മാത്രമാണ് സിറിയക് ജോസഫ് പറഞ്ഞിട്ടുള്ളത്. അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച മഹാനാണ് അദ്ദേഹമെന്ന് അരുൺ ജെയ്റ്റ്ലിയുടെയും അതുപോലെ തന്നെ സുഷമ സ്വരാജിനെയും കടപ്പാട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 12 ദിവസം കൊണ്ട് കേസ് ഫയലിൽ സ്വീകരിച്ച് വാദം കെട്ട് എതിർ കക്ഷിയെ വിസ്തരിക്കുക പോലും ചെയ്യാതെ വെളിച്ചത്തെക്കാളും വേഗത്തിലാണ് വിധി പറഞ്ഞത്. ഇതൊരു ചരിത്രം കുറിക്കലാണ് എന്നും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. മാത്രമല്ല, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. പക്ഷേ പുതിയ കാലത്ത് അതിനൊരു അനുബന്ധമുണ്ട്. എത്തേണ്ടിടത്ത് എത്തേണ്ട പോലെ മുൻകൂറായി എത്തണം. സഹോദര ഭാര്യയ്ക്ക് പദവി ആയാലും തിരക്കേടില്ല എന്നുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും സിറിയക് ജോസഫിനെതിരെ കടുത്ത പരാമർശങ്ങൾ തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകാൻ പോകുന്നു. आज बजट सत्र का प्रारंभ हो रहा है और मैं आप सभी का और देश भर के सभी आदरणीय सांसदों का इस बजट सत्र में स्वागत करता हूं। आज की वैश्विक परिस्थिति में भारत के लिए बहुत अवसर मौजूद है। ये बजट सत्र विश्व में सिर्फ आर्थिक प्रगति, भारत में वैक्सीनेशन का अभियान, भारत की अपनी खोजी हुई वैक्सीन पूरी दुनिया में एक विश्वास पैदा कर रही है।
इस बजट सत्र में भी हम सांसदों की बातचीतें, हम सांसदों के चर्चा के मुद्दे, खुले मन से की गई चर्चा वैश्विक प्रभाव का एक महत्वपूर्ण अवसर बन सकती है। मैं आशा करता हूं कि सभी आदरणीय सांसद, सभी राजनीतिक दल खुले मन से उत्तम चर्चा करके देश को प्रगति के रास्ते पर ले जाने में, उसमें गति लाने में अवश्य मददरूप होंगे। ये बात सही है कि बार बार चुनाव के कारण सत्र भी प्रभावित होते हैं, चर्चाएं भी प्रभावित होती है, लेकिन मैं सभी आदरणीय सांसदों से प्रार्थना करूंगा कि चुनाव अपनी जगह पे हैं, वो चलते रहेंगे, लेकिन हम सदन में ये बजट सत्र एक प्रकार से पूरे वर्ष भर का खाका खींचता है और इसलिए बहुत महत्वपूर्ण होता है। हम पूरी प्रतिबद्धता के साथ इस बजट सत्र को जितना ज्यादा फलदायी बनाएंगे, आने वाला पूरा वर्ष हमें नई आर्थिक ऊंचाइयों पर ले जाने के लिए भी एक बहुत बड़ा अवसर बनेगा। मुक्त चर्चा हो, मननीय चर्चा हो, मानवीय संवेदनाओं से भरी हुई चर्चा हो, अच्छे मकसद से चर्चा हो, इसी अपेक्षा के साथ आप सबका बहुत बहुत धन्यवाद। പ്രധാനമന്ത്രി പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. നാളെയാണ് കേന്ദ്ര ബജറ്റ്. അതിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്യും. രാധാകൃഷ്ണൻ വിവരങ്ങൾ അയച്ചിരുന്നു. രാധാകൃഷ്ണൻ, ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചു മടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ രാധാകൃഷ്ണൻ? ആർക്കെ കേൾക്കാമെങ്കിൽ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സഭാ നടപടികൾ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണമാണ് അദ്ദേഹം തേടിയിരിക്കുന്നത്. സഭയിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സന്ദേശം മാധ്യമപ്രവർത്തകരോട് നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വാക്സിൻ ഉൽപാദക രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഈ ഘട്ടത്തിലും പാർലമെന്റ് സമ്മേളനം വളരെ സുപ്രധാനമായിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് നടപടികളിൽ എല്ലാ അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ടുള്ള പങ്ക് ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, എല്ലാ അംഗങ്ങളും അതിന്റെ ഉചിതമായിട്ടുള്ള താല്പര്യം ഉൾക്കൊണ്ട് ഡെക്കോറം പാലിക്കുന്ന വിധത്തിൽ തന്നെ പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് തുറന്ന മനസ്സാണ് എന്ന് വ്യക്തമാക്കുക, പ്രതിപക്ഷത്തെ ഈ സഭാ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളോട് സഹകരിപ്പിക്കുക എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ പെഗസസ് അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകാൻ പോകുന്നു. അല്പസമയത്തിനകം ബജറ്റ് സമ്മേളനം ആരംഭിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുക. രാഷ്ട്രപതി ഇപ്പോൾ പാർലമെന്റിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം പാർലമെന്റിലേക്ക് യാത്ര തിരിക്കും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് പ്രധാനമന്ത്രി ഇതിനു മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിനായി പാർലമെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. നാളെയാണ് കേന്ദ്ര ബജറ്റ്. രാധാകൃഷ്ണൻ തുടരുന്നു. ആർക്കെ വിശദാംശങ്ങൾ?
പരമ്പരാഗത രീതിയിൽ തന്നെയാണ് രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തുക. പാർലമെന്റിൽ എത്തുന്ന രാഷ്ട്രപതിയെ ആചാര രീതിയിൽ തന്നെ പ്രധാനമന്ത്രി സ്വീകരിക്കും. ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ഉപാധ്യക്ഷനും അടക്കമുള്ളവർ അദ്ദേഹത്തെ സംയുക്ത സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കും. അതിനുശേഷമായിരിക്കും സംയുക്ത സഭകളുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത രീതിയിലൂടെ തന്നെ അദ്ദേഹം രാഷ്ട്രപതി ഇപ്പോൾ പാർലമെന്റിലേക്ക് വരികയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിനു വേണ്ടി ബജറ്റ് സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. നേരത്തെ പ്രധാനമന്ത്രി ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടിരുന്നു. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കേന്ദ്ര ബജറ്റ് നാളെയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ബജറ്റ് അവതരിപ്പിക്കും. കോവിഡ് വ്യാപനത്തിന്റെ കെടുതികളിൽ നിന്ന് രാജ്യം മുക്തമാകാത്ത പശ്ചാത്തലത്തിൽ എന്തൊക്കെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഈ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. നാളെയാണ് കേന്ദ്ര ബജറ്റ്. ഇപ്പോൾ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇപ്പോൾ പാർലമെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത രീതിയിലൂടെ തന്നെ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയും മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. പാർലമെന്റിൽ സ്പീക്കറും അടക്കം ചേർന്ന് സ്വീകരിക്കും. അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചാര സോഫ്റ്റ്വെയറായ പെഗാസിസ് ഇന്ത്യ വാങ്ങിയെന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ വെളിപ്പെടുത്തൽ അടക്കം പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കാണ് ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുന്നുണ്ട്. ഏത് രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം, വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. അല്പസമയം മുമ്പ് ഈ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തൊട്ട് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ കാര്യമുണ്ട്. പാർലമെന്റ് സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ പെഗാസിസ് വിഷയം സ്വാഭാവികമായും നാളെ ബജറ്റ് നാളെ അവതരിപ്പിക്കുന്ന ആ പശ്ചാത്തലത്തിൽ തന്നെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഈ വിഷയം പക്ഷേ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ വിഷയത്തിൽ സ്വമേധയായി ന്യൂയോർക്ക് ടൈംസിൻ്റെ വെളിപ്പെടുത്തൽ പശ്ചാത്തലത്തിൽ ഇത് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു പൊതുതാൽപര്യ ഹർജി കൂടി സുപ്രീം കോടതിയുടെ മുൻപാകെ വന്നിട്ടുണ്ട്. ഈ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സ്വാഭാവികമായും പാർലമെൻറ്റ് ഈ നടപ്പ് സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. ആർക്കെ അല്പസമയത്തിനകം തന്നെ പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റു വിശദാംശങ്ങൾ. പാർലമെന്റിന്റെ ഫോർകോർട്ടിൽ നിന്ന് ഇപ്പോൾ രാഷ്ട്രപതി കുതിരപ്പടയുടെ അകമ്പടിയോടുകൂടി, നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള രീതിയാണത്. കുതിരപ്പടയുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് തിരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തും. വിജയ് ചൗക്കിന് മുന്നിലാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ വാഹനം എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 100 മീറ്റർ കടന്നു കഴിഞ്ഞാൽ പാർലമെന്റ് കവാടത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം പ്രവേശിക്കുകയാണ്. വാഹനത്തിൽ നിന്നും പാർലമെന്റിൽ എത്തുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ലോക്സഭ രാജ്യസഭ അധ്യക്ഷന്മാരും ഒപ്പം പ്രധാനമന്ത്രിയും ചേർന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ കോവിഡ് വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ അകലമടക്കം പാലിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സഭാ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. സാമാജികരിൽ തന്നെ നിരവധി ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിൽ കോവിഡ് വ്യാപനം ജീവനക്കാർക്കിടയിൽ ഏതാണ്ട് 400ഓളം പേർക്ക് ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ കരുതലോടെയാണ് ഇത്തവണത്തെ ഈ നടപടികൾ നടക്കുന്നത്. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികൾക്ക് ഒരു ഉത്തരം നൽകുക എന്ന രീതിയിലേക്ക് സർക്കാരിന്റെ നയം അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ നാളെ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് മുഖ്യമാകും. കോവിഡ് സാഹചര്യം രാജ്യത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വലിയ തിരിച്ചടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലടക്കമുള്ള മേഖലകളാണ്. ഇവയിൽ നിന്നെല്ലാം രാജ്യത്തിന്, ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ അനിവാര്യമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടാകുമോ എന്നാണ് രാജ്യം നോക്കുന്നത്. രാഷ്ട്രപതി ഇന്ന് സഭയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ
അദ്ദേഹം മുൻഗണന വയ്ക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലായിരിക്കും. കഴിഞ്ഞ തവണ രാജ്യത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ഈ കോവിഡ് മഹാമാരിയിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്യത്തിന് സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വാക്സിനേഷന്റെ നടപടിക്രമങ്ങളിൽ എല്ലാവരും സഹകരിക്കണം എന്ന നിർദ്ദേശമൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായിട്ടും ഇതിന് തുടർച്ചയെന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോവിഡ് അല്ലാത്ത മേഖലകളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം നിലപാട് വ്യക്തമാക്കും. വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധി. ശരി, തീർച്ചയായും രാധാകൃഷ്ണൻ, ഇപ്പോൾ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. ഇപ്പോൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി പാർലമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് വീണ്ടും. ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാഷ്ട്രപതി പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ഇപ്പോൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി പാർലമെന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഇപ്പോൾ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. നയപ്രഖ്യാപനം നടത്താനായി രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നു. പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ നിൽക്കുന്നെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തെ സ്വീകരിച്ച് പാർലമെന്റിന്റെ ഉള്ളിലേക്ക് ആനയിക്കും. പ്രധാനമന്ത്രി ഒപ്പം രണ്ട് സഭകളുടെയും അധ്യക്ഷന്മാർ, സ്പീക്കറും ഒപ്പം ഉപരാഷ്ട്രപതിയും ചേർന്നായിരിക്കും അദ്ദേഹത്തെ സഭയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ഇത് നമ്മൾക്ക് മുൻകാലങ്ങൾ മുതൽ അനുവർത്തിച്ചു വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ വർഷവും ഈ കോവിഡ് വെല്ലുവിളികളുടെ സാഹചര്യത്തിലും പിന്തുടരുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നയപ്രഖ്യാപനം. സർക്കാരിനെ സംബന്ധിച്ച് ലക്ഷ്യമിട്ടിരുന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. കോവിഡ് മഹാമാരിയാണ് ഇതിന് കാരണമായി സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തിന് എത്തിയേ മതിയാകൂ. രാജ്യം സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഈ 2 വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 2024 കൂടി അദ്ദേഹം രാഷ്ട്രപതി സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഉപരാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കറും പ്രധാനമന്ത്രിയും ചേർന്ന് അദ്ദേഹത്തെ സഭയ്ക്ക് ഉള്ളിലേക്ക് ആനയിക്കുകയാണ്. സഭയ്ക്കുള്ളിൽ അദ്ദേഹം അല്പസമയത്തിനകം നയപ്രഖ്യാപനം നിർവഹിക്കും. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് അദ്ദേഹം നടത്തുന്ന നയപ്രഖ്യാപനം ഏറെ പ്രധാനപ്പെട്ടതാകും. സർക്കാരിനെ സംബന്ധിച്ച് 3 നിയമങ്ങൾ റിപ്പീൽ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ തവണ നയപ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ രാഷ്ട്രപതി ഈ നിയമങ്ങൾ വിപ്ലവകരമാണ് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളെ പരാമർശിച്ചു പോകാതെ സാധ്യമല്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് ഏത് സാഹചര്യത്തിലാണ് ഇത് പിൻവലിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ലക്ഷ്യം കാർഷിക മേഖലയും തൊഴിൽ ദിനങ്ങളുടെ വർധനവും ആണ് എന്ന സൂചിപ്പിക്കും വിധമാണ് ഇപ്പോൾ സർക്കാർ ഈ സാമ്പത്തിക സർവേയിലടക്കം നയം സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഇന്ന് നടക്കുന്ന നയപ്രഖ്യാപനത്തിലും ഇതിന് അനുബന്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഉണ്ടാവുക. രാജ്യത്തെ യുവ സമൂഹത്തെ ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഒപ്പം ഈ വാക്സിനേഷൻ ഡ്രൈവ് എത്രത്തോളം ഫലപ്രദമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തും. 75 വർഷം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷമാണ് നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വലിയ ഒരു പ്രാധാന്യം നൽകും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പരാമർശിച്ചു പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജമ്മു കാശ്മീരിലടക്കമുള്ള വിവിധ മേഖലകളിൽ ഭീകരരുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു നിരന്തരമായി എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളും ഇന്ത്യക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ആധുനികവൽക്കരണം സൈന്യത്തിൽ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിന് പ്രാദേശികമായിട്ടുള്ള സംരംഭങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ആത്മനിർഭർ ഭാരത് ഏതൊക്കെ വിധത്തിൽ സർക്കാരിന് ഗുണകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒപ്പം ഈ ആത്മനിർഭർ ഭാരത് അടുത്ത വർഷങ്ങളിൽ ഏതൊക്കെ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്നതടക്കമുള്ള വിഷയങ്ങൾ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ആത്മനിർഭർ ഭാരതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന
സൂചനകളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി അത് ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു പരാമർശം ഉണ്ടായാൽ അത് വളരെ വലിയ ശ്രദ്ധ നേടുന്ന വിധത്തിലേക്കാകും. കാരണം വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, ഏറ്റവും ഒടുവിൽ പഞ്ചാബും പശ്ചിമ ബംഗാളും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിൽ കേന്ദ്രവുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പശ്ചിമ ബംഗാളിൽ CBIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ വിഷയങ്ങളാണ് കാരണമായതെങ്കിൽ കേരളത്തിലും സമാനമായി NIA CBI അന്വേഷണങ്ങളും ഒപ്പം GST അടക്കമുള്ള വിഷയങ്ങളും കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിലേക്ക് നയിച്ചപ്പോൾ പഞ്ചാബിൽ പ്രധാനമന്ത്രിക്കടക്കം സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന വിഷയത്തിലാണ് ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം ഉണ്ടായത്. ഒപ്പം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരിഷ്കരണം അതടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യത്തിന്റെ നിയമപരിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിലപാട് വ്യക്തമാകൽ ഉണ്ടാകും. അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അലങ്കരിച്ച പീഠത്തിലേക്ക്, രാഷ്ട്രപതിക്കായി തയ്യാറാക്കിയ പ്രത്യേക പീഠത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.